ഹലോ ഗായ്സ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാനോ കാറിൻ്റെ ടെയിൽ ലൈറ്റിൽ റിവേഴ്സ് ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ്, ലൈക്ക് ഇതെങ്ങനെ നമുക്ക് മാറ്റാമെന്നാണ്, വീട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ സാധാ വണ്ടി പോലെയല്ല, ലൈക്ക് നമുക്ക് കുറച്ച് പണിയുണ്ട്. നമുക്കിത് ബാക്ക് ഡിക്കി നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാൻ പറ്റില്ല, ലൈക്ക് ഉള്ളിൽ നിന്ന് ഓപ്പൺ ആക്കാൻ പറ്റും. സീറ്റൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ സ്പീക്കേഴ്സൊക്കെ അയച്ച് മാറി. അപ്പോൾ ഇവിടെ എൻ്റെ 2 ബോൾട്ട് വന്ന് ലൈക്ക് നെറ്റ്സ് ഒന്നിവിടെ ഇല്ല ഓൾറെഡി, പിന്നെ അവിടെ കാണുന്ന മേലെയും ടോട്ടൽ 4 വരുമോ. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണം, ലൈക്ക് നമുക്ക് ടെയിൽ ലൈറ്റ് റിമൂവ് ചെയ്യാൻ. അപ്പോൾ അതിനോട് 10 സ്പാൻഡേഴ്സാണ്. 10 സ്പാൻഡർ അല്ലെങ്കിൽ 10 ടീ ആയാലും മതി. 10 ടീ ഉണ്ട് എൻ്റെ ഇവർക്ക് ഓൾറെഡി. അപ്പോൾ ഗൈസ് കൊണ്ട് 10 ടീ 10 സ്പാൻഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് റിമൂവ് ചെയ്യാം ഗൈസ്. അപ്പോൾ സാധാ വണ്ടി പോലല്ല, കുറച്ച് പണിയുണ്ട്. വണ്ടി ടെയിൽ ലൈറ്റ് മാറ്റണിക്കില്ല. അപ്പോൾ ഇതാണ് നെറ്റ് വരുന്നത്, ലൈക്ക് കാണും. ഒരുവിധം നോർമൽ വണ്ടിയൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, പക്ഷെ ഇത് നാനോ ആയതുകൊണ്ട് സീനാണ്. എൻ്റെ 2015 മോഡലാണ് ഈ ടിസ്റ്റ് തന്നെയാണ്, പക്ഷേ ടിസ്റ്റിൽ പല മോഡലായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ നമുക്ക് ഡിക്കിയൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റില്ല. കുറച്ച് പണിയുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നെറ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് നമുക്കിനി 3. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ അയച്ചിട്ടുണ്ട്. ഓൾറെഡി 4ാമത്തത് ഇല്ല, ഇതാണെന്നറിയില്ല. എൻ്റെ സെക്കൻഡ് വണ്ടി എടുത്ത് ആയതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇങ്ങനെ വിളിച്ചാൽ മതി, ഇങ്ങനെ വരും. അപ്പോൾ ഗൈസ് നമ്മുടെ നാനോയുടെ ബാക്ക് ഇങ്ങനെ ഉള്ളത്. പുതിയ മോഡൽ നമുക്ക് ഡിക്കി ടൈപ്പ് വരുന്നുണ്ട്, പഴയ ടൈപ്പൊക്കെ ഇങ്ങനെ വരുന്നത്. ഉള്ളിൽ ഇതിന് കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടാറ്റയുടെ അറിയാമല്ലോ, ഞാനൊക്കെ പ്രത്യേകിച്ച് പറയണം, നല്ല തുരുമ്പ് നോക്കും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ ടെയിൽ ലൈറ്റിൻ്റെ നെറ്റ്സ് ഇവിടെ ആയിരുന്നു, ലൈക്ക് ഇതാണ് 2 ബോൾട്ട് വരുന്നത്. ഇത് 2 അയച്ചാൽ മാത്രമേ നമുക്ക് ടെയിൽ ലൈറ്റിൻ്റെ ബൾബോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് നാനോൻ്റെ ഭാഗത്തു നിന്ന് ശരിയാക്കാൻ പറ്റും. നാനോ കാറിൽ നമുക്ക് ടെയിൽ ലൈറ്റ് അയക്കണമെങ്കിൽ ഈ ബാക്കിലെ ഡിക്കിന് അയച്ച് മാറ്റിയാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ എല്ലാത്തിനും വേണ്ട 10 സ്പാൻഡർ അല്ലെങ്കിൽ ടീ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന 2 നെറ്റ്സാണ് അയക്കേണ്ടത്. ഒന്നിതും ഒന്നിവിടെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ 2 നെറ്റ്സ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ടൈലൈറ്റ് ഇങ്ങനെ വെച്ച് ശീലിച്ച് വരും. ലോക്കും കാര്യങ്ങൾ അവിടെ ഒരു മേലെ ലോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ടൈൽ ലൈറ്റ്. ഇനി നമുക്ക് ഇതിന് ബൾബ് ഇവിടെ ചേഞ്ച് ചെയ്താൽ മതി, ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതൊക്കെ നല്ല തുരുമ്പുണ്ട് ഗൈസ്. നമുക്കൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് ക്ലീനാക്കാനുണ്ട്. എന്തായാലും കഴിച്ചിരിക്കുന്നതൊന്ന് ക്ലീനാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. നല്ല തുരുമ്പൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. അതുപോലെ ഇനി എപ്പോഴെങ്കിലും അയക്കത്തുള്ളൂ, ബൾബൊക്കെ നമ്മൾ അയക്കത്തുള്ളൂ. ഇതൊക്കെ വർഷോപ്പ് നമ്മൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ചെയ്യത്തില്ല, ചാൻസ് കുറവാണ്. സ്വന്തം വണ്ടി നമ്മൾ തന്നെ നോക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ക്ലീനാക്കുന്നതേ. അപ്പോൾ ഞാൻ ബൾബ് മാറ്റട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ ബൾബ് ഉണ്ട്, മേടിച്ച പുതിയ ബൾബാണിത്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്നതാണ്. അയ്യോ
ലോക്കുണ്ട്. ലോക്ക് കട്ടിട്ട് ഞാൻ റെഡിയാവും. പിന്നെ നമുക്ക് പോയിട്ട് വണ്ടി റിവേഴ്സ് ഇട്ട് നോക്കാം. റിവേഴ്സ് ഗിയറിലിട്ടിട്ട് ചാവി ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റ് കത്തുമില്ലോ നോക്കാം. ഓ ഗൈസ്, അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചു. അതായത് ഈ ലോക്കിലേക്ക് തട്ടിയാൽ മാത്രം മതി. ഇത് ലോക്കുണ്ട്. ഓ ഗൈസ്, ലോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ടുണ്ട്. തൽക്കാലം വെച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ റിവേഴ്സ് ലൈറ്റ് നമ്മൾ ശരിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന നട്ട്സൊക്കെ തിരിച്ചതേപോലെ കയറ്റുക. അപ്പോൾ നമ്മുടെ നാനോ റിവേഴ്സ് ലൈറ്റിൻ്റെ നമ്മളത് ഇന്നത്തെ വീഡിയോ സക്സസ് ആയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അയച്ച് 2 നട്ട് അതേപോലെ ടൈറ്റാക്കി സെറ്റാക്കുക. അയാളതും മേലേതും. അപ്പോൾ ഗൈസ് നമ്മുടെ ടെയിൽ ലൈറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഡിക്കി നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് പണിയുണ്ട് ഇതിന് പിന്നെ കയറ്റുന്നുള്ളൂ. ഇതിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ ക്ലിപ്പ് ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. ഇവിടെ ക്ലിപ്പ്, ഇതുപോലെയുള്ള ക്ലിപ്പ് ഇവിടെ ഇല്ല ഗൈസ്. അപ്പോൾ ഈ ഡിക്കിയിൽ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, വെൽഡിങ് വർക്ക് ചെയ്യാനുണ്ട്. കുറച്ച് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഗൈസ്. നോക്ക്, ഞാനവിടെ മെയിൻ കംപ്ലൈൻറ്റ് തുരുമ്പ്. അപ്പോൾ ഇതുപോലുള്ളൊരു ലോക്ക് ഇവിടെ നമുക്ക് സെറ്റാക്കാനുണ്ട്. ഈ തുരുമ്പൊക്കെ ഇവിടെ പെയിൻ്റൊക്കെ മാറ്റി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഫിറ്റ് ആക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നാനോയുടെ ഈ ഇന്നത്തെ വീഡിയോയിൽ വർക്ക് ചെയ്യുന്നു. ഓൾറെഡി എൻ്റെ 2 നാനോ ഉണ്ട്. ഇതൊരു പഴയ മോഡലാണ്, 2012 മോഡലുള്ള നാനോ ആണ്. ഇത് 2015. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ അടുത്ത നമ്മളൊരു നാനോയുടെ വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഇനി കുറേ വർക്കുകളുണ്ട്. ഈ നാനോയിൽ കുറച്ചും കൂടി പണിയെടുക്കാനുണ്ട്. ഇത് മേടിച്ചിട്ടിപ്പോൾ ഒരു 2 വീക്സ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്രയാസപ്പെടല്ലോ നല്ലപോലെ കഴിക്കേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് ഫുള്ള് വർക്ക് ചെയ്തിട്ട് ഈ നട്ട്സ് ഒഴിവാക്കിയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന വിധത്തിൽ ഞാൻ ഡിക്കാക്കാൻ പോവാം. സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന വിധത്തിലാണ് ഞാൻ ഡിക്കാക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ നെക്സ്റ്റ് വീക്കിന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വർക്കിനായിട്ട് ഞാനിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അതും കൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഡിക്കി ഇവിടെ ഫിറ്റാക്കാത്ത. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, എൻ്റെ സൂസി ഇവിടെ ഉണ്ട്. സൂസി ഹായ് പറഞ്ഞേ. ഹായ്. അവളെ ഇന്ന് കുളിപ്പിച്ചുകൊണ്ട് അവളൊന്ന് വെറുതെ ഇരിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ സൂസി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ പഠിച്ചിട്ട് ഇപ്പോൾ എടുത്തിടാം. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ നാനോ. ഇത് പുതിയ നാനോ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ നാനോ, ഇപ്പോൾ പുതിയ നാനോ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇതുപോലെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിൻ്റെ ഈ ലോക്ക് പൊട്ടിപ്പോയി. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, താങ്ക് യു.